ഹേയ്, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കസാക്കിസ്ഥാൻ. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിലെ ഈ ഹോട്ടലിലെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് സറൈഷിക് ഹോട്ടൽ എന്ന് പറയും. സോ ഇന്ന് നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമുക്ക് ചെക്കൗട്ടാണ്. നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട്. ബട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് നൈറ്റിലാണ്. 9 എന്തോ ആണ് ഫ്ലൈറ്റ്. 9:55 എന്തോ ആണ് ഫ്ലൈറ്റ്. ദുബായിൽ നാളെ വെളുപ്പിന് 2 മണിക്ക് എന്തോ എത്തും. സോ അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, സുവനീർസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഒരു കത്തീഡ്രലൊക്കെ ഉണ്ട്. സോ സുവനീർസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്. അപ്പോൾ കത്തീഡ്രലിൽ പോയിട്ട് ഒന്ന് കാണണം എന്നുണ്ട്, ഫോട്ടോ എടുക്കണം എന്നുണ്ട്. പിന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ പാർക്ക്, കത്തീഡ്രൽ, പിന്നെ ഗ്രീൻ ബസാറിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ്. ഇതാണ് മെയിൻ പ്ലാൻ. ഇത് കഴിഞ്ഞ് നമ്മുടെ എന്താണ് പറയുക, ഒന്നുമില്ല അഡ്വഞ്ചറസ് ഒന്നും. ഫൈനൽ ഡേ റെസ്റ്റ്, കാം ആൻഡ് ക്വയറ്റ്. എന്താ പറയുക, നമ്മുടെ ഹസീബിക്കാക്ക് ഒരു പ്രൊഡക്ഷൻ സെർവർ ഡൗൺ ആയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മളിന്ന് അഡ്വഞ്ചർ ഒന്നുമില്ല. നമ്മൾ സിറ്റി ടൂറ് പ്ലസ് സെവനിയർ ഷോപ്പിംഗ് ആണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ അത് കഴിയുമ്പോൾ വൈകിട്ട് സ്ട്രെയിറ്റ് ടു എയർപോർട്ട്, അവിടെ നിന്ന് നേരെ ടു ദുബായ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒരു പണി തുടങ്ങാം. ഐശ്വര്യൻ്റെ പണി തുടങ്ങാം, എനിക്ക് എൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ലോബിയിൽ. സോ നമ്മൾ ഒരു റൂം മാത്രം കീപ്പ് ചെയ്യണം. നമ്മൾ 4 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു റൂം മാത്രം നമ്മൾ കീപ്പ് ചെയ്യണുള്ളൂ. കാരണം ചെക്കൗട്ട് നമ്മുടെ ഈ ബാക്കിയുള്ള ചെക്കൗട്ടും 12 മണിക്കും. നമ്മുടെ ഫ്ലൈറ്റ് 9 മണിക്കായതുകൊണ്ട് ഒരു റൂം മാത്രം കീപ്പ് ചെയ്തിട്ട് 6 മണിക്ക് അതും ചെക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 6 മണിക്കൂർ നമുക്ക് ഫ്ലൈറ്റ് എയർപോർട്ട് ട്രാൻസ്ഫർ ഉണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഇതാണ് പ്ലാൻ. നമ്മൾ പോവാതെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ ഇതാണ് കസാഖിസ്ഥാനിൽ. നമ്മുടെ പൂള്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ കസാഖിസ്ഥാൻ ട്രിപ്പിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇല്ല, അത് ടെമ്പറേച്ചർ കൺട്രോളാണ്. 32 ഡിഗ്രിയാണ്. സോ നമുക്ക് പറ്റുന്ന ടെമ്പറേച്ചറിൽ 23 to 32 ഡിഗ്രി ഇങ്ങനെ വേരിയേഷനാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നേരെ ഒന്നെങ്കിൽ പാൻഫിലാവ് അല്ലെങ്കിൽ കത്തീഡ്രൽ അല്ലെങ്കിൽ ഗ്രീൻ ബസാറിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ലാസ്റ്റ് പാൻഫിലാവിലെത്തി. ബാക്കിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതാണ് കത്തീഡ്രൽ. കാണാൻ പറ്റുമോ? അവിടെയാണ്. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകും. ഇവിടെ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പേര് പറ. പീരങ്കിയൊക്കെ ഉണ്ട്. അവിടെയുണ്ട്, ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തുളിപ്സ്, പൂക്കളുണ്ട്. ആ വഴികളെല്ലാം സുന്ദരമായ വഴികളാണ്. അത്രയും നല്ല മനോഹരമായ വഴികൾ. നല്ല രസമാണ്. ബാക്കിലൊരു സ്റ്റാച്ചു ഉണ്ട് കണ്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു സ്റ്റാച്ചു ഉണ്ട്. പക്ഷെ അത് എന്താണ് എഴുതിയേക്കണമെന്ന് മനസ്സിലാവണില്ല. അതിനെപ്പറ്റി ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അവിടെ എഴുതിയേക്കുന്നത് കസക്കും അല്ലെങ്കിൽ റഷ്യൻ എന്തോ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആരാണെന്ന് അറിയില്ല. വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഇപ്പം ആരോടും ചോദിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രതിമേൻ്റെ പേരെന്ന് പറയുന്നത് ഹീറോ ഓഫ് എഴുതിയിരിക്കണത് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പേരെന്തായിരുന്നു? ബാവോർ സോണി എന്നാണ് അല്ല എഴുതിയിരിക്കണത്. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയനും ബാവോർ സോണി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറേ പാവമുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ എടുക്കണ്ടത്. പിന്നെ ഉണ്ടോ ഭയങ്കരമാണ്. ഐ ലവ് കസാക്കിസ്ഥാൻ.
അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ വണ്ടിയിൽ പോകാൻ പോവാണ് എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഫ്ലൈ ചെയ്യാണ് രാത്രി. അപ്പോൾ ഗുഡ്, സീ യു, ബൈ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് കാണാം. എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ പോവാം. ബൈ ദ ബൈ കസാക്കിസ്ഥാൻ. എൻ്റെ ഉണ്ട് ബാക്കി. അപ്പോൾ നമുക്ക് പോവാം. ടാറ്റാ. അയ്യോ ചൂട്. അബുദാബി എയർപോർട്ടിലെത്തി കേട്ടോ. ഐസക്ക് ഇന്നേ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റേ സ്റ്റെപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഒരു ട്രിപ്പ് ബസ് വന്നു പോയി. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബസ്സിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് ഇനി എയർപോർട്ടിനകത്തേക്ക് വന്നിട്ട്. അവിടെ അതന്നെയാണോ? ആ ദൂരെ നിന്നൊരു ബസ്സുണ്ട്. ഇനി അത് വന്നിട്ട് നമ്മൾ തേക്കൊന്നും നമുക്കറിയില്ല. അത് വേറെ വഴിക്ക് പോകുന്നു. അതിങ്ങോട്ടായിട്ട് വരണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓൾ സെറ്റാണ്. നമുക്ക് ഇങ്ങോട്ടാണ് അത്. അല്ല അത് കറങ്ങി ഇങ്ങനെ വരും. കറങ്ങി ഇതിൽ വരും. ആ വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. എത്തിപ്പോയി. ഈ ലൈറ്റിൽ എന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അയ്യോ ആ ഇവിടെ ഉണ്ടായിരുന്നാ. എല്ലാവരും നമ്മളെ തേച്ച് വേറെ വണ്ടിക്ക് പോയി. ആ ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല കണി. അയച്ചു എവിടെ കയറിയിരിക്കണത്? ലഗേജിന്റെ താങ്ക് യു. എടുത്തോട്ടെ, ഞാൻ എടുക്കാണ്. എടുത്തോട്ടെ.